ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസം കേട്ടോ. എല്ലാവർക്കും തന്നെ അറിയാം എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്നാലും അറിയില്ലാത്തവർക്കായിട്ട് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഒരു ചെറിയ പാത്രം എടുത്തു, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം നട്ട്സും അതുപോലെ ഉണക്കമുന്തിരി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. 1 ലിറ്റർ പാലാട്ടം ഞാൻ എടുക്കുന്നത്. സേമിയ 150 ഗ്രാം റോസ്റ്റഡാണ് എടുക്കുന്നത്. പിന്നെ ഒരു 150 ഗ്രാമോളം ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, കുറച്ച് നെയ്യും കൂടി ചേർക്കും. ഇത്രയും പരിപാടികൾ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. റോസ്റ്റഡ് ചെയ്ത 150 ഗ്രാം സേമിയ അതിലേക്ക് ഇട്ടു. ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് പാലൊഴിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അന്ന് ചൂടായി നല്ല കളർക്ക് ചെറിയതായിട്ട് പിന്നെ മാറിയിട്ടുണ്ട്. ഇത് റോസ്റ്റഡ് ആട്ടോ, അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. റോസ്റ്റഡ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കണം. 1 ലിറ്റർ പാൽ, 1/2 ലിറ്റർ പാലാട്ടോ ഫസ്റ്റ് ടൈം ചേർത്ത് കൊടുക്കുന്നത്. 1 ലിറ്റർ വെള്ളവും ചേർത്ത് കൊടുക്കും. അതിനി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി. സിമ്പിൾ പരിപാടികൾ എല്ലാവർക്കും ചെയ്യാം. സേമിയ പായസം ഉണ്ടാക്കാൻ ഒരു പാടുമില്ല, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അത് നല്ല വെന്ത് സേമിയ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിങ്ങനെ മുകളിൽ കെട്ടി വരും, പിന്നെ അടി പിടിക്കും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നല്ല കുറുകി വന്നു. അപ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് ചേർത്താൽ മതി. മധുരം കൂടുതലോ കുറവോ വേണമെങ്കിൽ ഞാൻ 150 ഗ്രാമാണ് ചേർത്തിരിക്കുന്നത്. നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാവരും ഓരോ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി സെറ്റായിട്ട് നല്ല ഒരു തിളയ്ക്കാറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരാറാകുമ്പോൾ നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഏലക്കപ്പൊടി ഇട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും അതുപോലെ മുന്തിരിയും ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഭവം സെറ്റായി വരുവാണ്. ഇനി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്കിത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തു, അതുപോലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി. ഇനി ഒരു തിളയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് സംഭവം ഓക്കെയാണ്. ആദ്യം തന്നെ വെന്തിട്ടുണ്ട്. നമ്മൾ പിന്നെ രണ്ടാമത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറുകി വരുമ്പം കുറച്ച് പാലും കൂടി ഒഴിച്ച് തിളപ്പിച്ച് ചെയ്യുമ്പം നമുക്ക് ലൂസായിട്ട് കിട്ടും. അതിന് വേണ്ടിയാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് ഒന്നിച്ച് വേണമെങ്കിൽ ഒന്നിച്ചിട്ട് റെഡിയാക്കാം. കണ്ടോ, അപ്പോൾ നല്ല സേമിയ നല്ല കിടിലനായില്ലേ. ഇതിലേക്ക് ഇനി നമുക്കൊരു ടേബിൾ സ്പൂണോളം നെയ്യ് അങ്ങ് ചേർത്ത് കൊടുക്കാം തിളച്ച് വരുമ്പോൾ. കണ്ട ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ പരിപാടിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ചെറിയൊരു ചൂടെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കുടിച്ചാൽ നല്ല അടിപൊളി സംഭവമാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.